ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ മൂവി 2 ആഴ്ച ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കി 3-ാമത്തെ ആഴ്ചയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ 14 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും പിന്നെയും കുറച്ച് പോയിന്റ്സ് മാർക്കോ എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിന് മുന്നേ ജിനു അൻഡ്ര എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുകയാണ്, ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം മതി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇന്ന് വെള്ളിയാഴ്ച 15-ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന് പറയുന്ന സിനിമ പുതിയ സിനിമകൾ ഇന്നലെ വരെ കേരളത്തിൽ നിന്നും തിയേറ്ററിൽ എത്തിയിട്ടു വേൾഡ് വൈഡ് ഇന്ന് 15-ാമത്തെ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ വേണ്ടി പോകുന്ന മലയാള സിനിമ മാർക്കോ എന്ന് പറയുന്ന ചിത്രം തന്നെ ആയിരിക്കും. അത്രയും നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ തമിഴ് വേർഷൻ റിലീസായിട്ടുണ്ട്. ഹിന്ദി വേർഷൻ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെലുങ്ക് വേർഷനും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സിനിമയുടെ 14 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ആദ്യ ആഴ്ച ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്ന് നേടിയത് 53,15,00,000 രൂപ. രണ്ടാമത്തെ ആഴ്ച ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്ന് നേടിയിരിക്കുന്നത് 26,40,00,000 രൂപ. അങ്ങനെ 14 ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് 79,55,00,000 രൂപ. കേരളത്തിൽ നിന്ന് മാത്രം 37 കോറിൻ്റെ മുകളിലാണ് ചിത്രത്തിൻ്റെ 14 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ. നല്ലൊരു കളക്ഷൻ ഫിഗറിലേക്ക് ടോട്ടലി മാർക്കോ എന്ന സിനിമ എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്, ചിത്രത്തിന് 100 കോടിയിൽ ഇടം പിടിക്കാൻ സാധിക്കുമോ എന്ന്. ഈ ഒരു കളക്ഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റഡി കളക്ഷനുമായിട്ട് കുറച്ച് ദിവസങ്ങളും കൂടെ മുന്നേറാൻ മാർക്കോ എന്ന ചിത്രത്തിന് സാധിച്ചാൽ 100 CRൽ ഷുവറായിട്ട് അടിക്കാൻ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ട്രാക്കേഴ്സും അതോടൊപ്പം തന്നെ സിനിമയുടെ ട്രെൻഡ് കണ്ട് നാം മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വീക്കെൻഡ് വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് വീക്കെൻഡിൽ സിനിമകൾക്ക് കിട്ടുക. ആ ഒരു ഗുഡ് അഡ്വാൻറ്റേജ് മാർക്കോ എന്ന സിനിമക്കും ലഭിക്കും. അതോടുകൂടെ ഇപ്പോൾ 80 കോടിക്ക് അടുത്തെത്തിയ സിനിമയുടെ കളക്ഷൻ ഈ ഒരു വീക്കെൻഡ് കൂടെ കഴിയുന്നത് കൂടെ 90 കോടി മാർജിനിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മാർക്കോ സിനിമയുടെ കളക്ഷൻ എവിടെ വരെ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.